തെങ്ങിൻ തൈക്കള് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ്. അപ്പം ഞാൻ പോണതിന് മുന്നേ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് പൊട്ടിക്കാം എന്ന് കരുതിയിട്ട് വന്നു. അപ്പോഴാണ് പിള്ളേര് സെറ്റ് പോണ്. വാട ഇങ്ങോട്ട് എല്ലാവരും എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയതാണ്. കണ്ടോ, വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഓരോ സ്റ്റാർ ഫ്രൂട്ട് കൊടുക്കണം. അപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെ മണ്ണ് വഴിയാണ്, അതായത് പഞ്ചായത്ത് വഴി എന്ന് പറയും. മണ്ണൊന്നും ഇട്ടിട്ടില്ല, മണ്ണാണ്. അതിൽ കൂടെ ചെരുപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നു പോവും. അപ്പോഴാണ് ആരാൻ്റെ മാവുമ്മോ നല്ല മാങ്ങ ഇത് നോട്ടിട്ട് വയ്ക്കും. പിറ്റേ ദിവസം സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ ഉപ്പ് കൈ പിടിക്കും. പിന്നെ നല്ല വീക്കാൻ ഉന്നം ഉള്ളവൻ വീക്കും, താഴെ വീഴും, ഞങ്ങളങ്ങോട്ട് തിന്നും. അപ്പോൾ ഞങ്ങളെന്ത് ഉദ്ദേശിച്ചത്, എനിക്കൊന്നും വലിയ അത്യാവശ്യമില്ല. കാരണം എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ മാവ്, പ്ലാവ് എല്ലാം ഉണ്ടായിരുന്നു. അത് കാരണം വലിയ ആവശ്യമില്ല. എന്നാലും മറ്റുള്ള പിള്ളേരൊക്കെ വീക്കി ഉപ്പിട്ട് തിന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയാണ്. പച്ചമാങ്ങ ഉപ്പും അപ്പം ഞാൻ സ്റ്റാർ ഫ്രൂട്ടൊക്കെ പൊടിച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം. സബിത കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരും. അപ്പം നമ്മളെന്തെങ്കിലും അധ്വാനിച്ച് കായികമായിട്ട് അധ്വാനിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ രുചി 10 ഇരട്ടി. അപ്പം ഞാൻ ഇത് കണ്ട ഈ കൊക്കിൻ്റെ അപ്പുറത്താണ് ഒരു കുഴി കുത്തിയിട്ട് കൊക്ക് ഞാൻ വെള്ളം തുറന്നപ്പോൾ ഇത് കണ്ടിട്ട് വന്നാണ്. കണ്ടോ, ഇന്നിപ്പോൾ കൊക്കിനൊക്കെ കുളിക്കാനായിട്ട് വെള്ളം ഇതുപോലെ തുറക്കേണ്ടി വരും, എന്നാലാണ് വെള്ളം കിട്ടാനുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം തുറന്ന് വിട്ട് ഇവിടെ നിന്ന് കുതിർത്തിയതിന് ശേഷം, മണ്ണൊക്കെ ഒന്ന് കുതിർത്തിയതിന് ശേഷം കിളയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വെള്ളം ആവശ്യമായിട്ടുണ്ട്. ഇതാണ് സ്പ്രിംഗ്ലറിലേക്ക് പോണ കറുത്ത ട്യൂബുകളാണ്. അപ്പോൾ ഇതുപോലത്തെ ട്യൂബ് ഇട്ട് കൊടുത്താണെങ്കിൽ അതിൽ കൂടെ വെള്ളം പോയിട്ട് ഓരോ ചെടികൾക്ക് കിട്ടിയോളും, നമ്മൾ നനയ്ക്കാതെ നിൽക്കണ്ട. അപ്പം നമ്മളുടെ മണ്ണൊക്കെ നല്ല കുതിർന്നു, പിക്കാസ് എടുത്ത് ആഞ്ഞ് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 1.5 അടിക്ക് താഴ്ച. അപ്പം നിങ്ങളൊക്കെ പിക്കാസിന് കൈയിടുമ്പോൾ, കൈയെന്ന് വെച്ചാൽ ഈ വടി ഹാൻഡിലിടുമ്പോഴേ നല്ല നീളത്തിൽ, അപ്പോൾ നമുക്കിങ്ങനെ വളഞ്ഞു കുത്താനൊന്നും കണ്ട. പണ്ടുള്ളവരൊക്കെ ചെറിയ ഇതാണ്, ഒരു മീറ്റർ നീളം ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, ഒരു 2 മീറ്റർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ആഞ്ഞങ്ങോട്ട് കൊത്താം. അപ്പോൾ ഉണ്ടോ, ഞാനൊരു 1.5 അടിക്ക് താഴ്ത്തിയിട്ടുള്ളൂ. എൻ്റെ അപ്പനൊക്കെ തെങ്ങ് വയ്ക്കുമ്പോൾ ഒരു 4 അടി താഴ്ച, ഒരു 4 അടി ചതുരം കുഴിയായിരിക്കും, 4 അടി താഴ്ച. അതിൽ ചാലക്കുടി പുഴയിൽ നിന്ന്, അല്ലെങ്കിൽ കുറുമാലിപ്പുഴ, നമ്മുടെ ചിമ്മനി ഡാമിൽ നിന്ന് പറഞ്ഞ പുഴയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മണൽ കൊണ്ടിട്ട് 2-3 കൊട്ടയിട്ടിട്ട് അതിലാണ് ഇവനെ വെക്കുക. വളരെ ഭംഗിയായിട്ടാണ് വെക്കുക. ഇന്ന് കാലം പോയി. ഇപ്പം ഇന്ന് കുഴി കുത്തിയിട്ട് വെറുതെ കുഴിച്ചിടണ്ട. ഇത് 1.5 അടിക്ക് താഴ്ചയുള്ളൂ. അന്നത്തെ പോലെ 4 അടിയൊന്നും താഴ്ത്തണില്ല. അപ്പം അന്നൊക്കെ കൃഷി ചെയ്താണെങ്കിൽ ലാഭമുണ്ട്. ഇന്ന് കൃഷി ചെയ്താൽ മണ്ണാൻ കട്ട. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 16-ാം തീയതി. ഇന്ന് നാളികേരത്തിന് 1 കിലോയ്ക്ക് 80 രൂപ വിലയുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ വെറുതെ മുളച്ചുകൂടെ വെറുതെ നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ എടുത്ത് കുഴിച്ചിടാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തെങ്ങിൻ്റെ തൈ കുഴിച്ചിടണമെങ്കിൽ തെങ്ങിൻ തൈ ഫ്രീ ആയിട്ട് ഒരാൾക്ക് 2 എണ്ണം തരാം. അല്ലാണ്ട് ഇഷ്ടം പോലെയല്ല, ഒരാൾക്ക് 2 എണ്ണം അവൻ്റെ വീട്ടിൽ വെച്ച് കുഴിച്ചിടാം. ഒരു തെങ്ങിൻ തൈക്ക് 300 രൂപ വിലയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആണ് തരുന്നത്. ആവശ്യക്കാരൻ വരെ കൊണ്ടുപോകാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇത് കുഴിച്ചിടണമെങ്കിൽ വെറും 2 അടിക്ക് സ്ഥലം മതി. 2 അടിക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരെണ്ണം കുഴിച്ചിടാം. നേരെ ഓട്ടി പോക്കോട്ടെ, വഴിയിലേക്ക് പൊക്കോളും. അവിടെ നിന്നിട്ട് തെങ്ങുമ്മ കായുണ്ടായിക്കോളും. അപ്പം ഞാൻ തെങ്ങും തൈയൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അടുത്തതും കളയ്ക്കാൻ പോകണമെന്ന് അറിയാം. അപ്പോൾ സബിത ഭക്ഷണം ഇങ്ങോട്ട് വന്നു. കണ്ടില്ലേ, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ, കയ്യിലിട്ട് ഇങ്ങോട്ട് 2 ഞെക്ക് ചെയ്യണമെങ്കിൽ കണ്ടില്ലേ, ചാറ് ഇങ്ങോട്ട് പോകുന്നു. ചാറെന്ന് വെച്ചാൽ അതിൻ്റെ ജ്യൂസ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെയുള്ള കാരണം അത്യാവശ്യത്തിന് പിഴിഞ്ഞെടുത്ത് ബാക്കിയുള്ള കളയാണ്. ഇതാണ് ഓട്ടട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ട എന്ന് വെച്ചാൽ ഹോള് അടയ്ക്കലല്ല.
ദ്വാരം അടയ്ക്കണേന് ഓട്ടട. ഇതല്ല, ഇത് ഓടിന്റെ മൺകലം, ഓട്ടുകലം എന്ന് പറയും. ഓട്ടുകലത്തിലിട്ട് ചൂടാക്കി എടുത്ത അടയാണ് ഓട്ടട. അപ്പൊ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മറ്റേ എന്തോ ഓട്ടുകലം, സാധാരണ കലം തന്നെ കുറച്ചുകൂടി വട്ടം ഉണ്ടായിരിക്കും. ആ ഓട്ടുകലം അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഈ അട അതിൽ വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് അട ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടോ എൻ്റെ പിന്നിലുള്ളത് ഇത് പച്ചമുളകാണ്. ഈ പച്ചമുളക് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് പണ്ട് കാലത്തൊക്കെ പാവപ്പെട്ടവർ കഞ്ഞിക്ക് അല്ലെങ്കിൽ ചോറിനൊക്കെ ഇത് കടിച്ച് നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അന്നൊക്കെ വളരെ കുറച്ച് ആൾക്കാർക്ക്, വളരെ കുറച്ചല്ല, ധാരാളം ആൾക്ക് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടാകുന്നു. എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ അപ്പൻ്റെ സമയത്ത് 1960-55 ഈ കനാല് വരുന്നത്. കനാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം വേനൽക്കാലത്ത് വൈദ്യുതി എടുത്തിട്ട് അവിടെ തുമ്പൂർ മൊഴിയിൽ കെട്ടിവെച്ചേക്കാണ്. അവിടെ നിന്ന് പിന്നെ കനാല് വഴിക്ക് ഞങ്ങളുടെ പേരാമ്പ്ര ദേശത്തേക്കൊക്കെ വരും. പോട്ട, പേരാമ്പ്ര, കനകമല, അവിടേക്ക് ഇഷ്ടംപോലെ വെള്ളം വരും. അതിനുശേഷമാണ് ഇവിടങ്ങളിലൊക്കെ വെള്ളം ശരിക്കും ഉണ്ടായുള്ളൂ. ഇപ്പോഴും കനാലിൽ വെള്ളം ഇല്ലെങ്കിൽ മിക്കവാറും ഏരിയയിലൊന്നും വെള്ളം ഉണ്ടാവില്ല. അതൊക്കെ ഒരു കാലം. അതേ പിന്നെ കൃഷികളൊക്കെ കൂടുതൽ വന്നത്. ഇത് വേണ്ടല്ലേ, നമ്മളുടെ ബംബിളൂസ് നാരങ്ങയൊക്കെ ഉണ്ടോ? ഇതൊക്കെ ആർക്ക് വേണം? എന്നെ പോലെയുള്ള പഴയ ആൾക്കാർ മാത്രമാണ് ഈ ബംബിളൂസ് നാരങ്ങ അല്ലെങ്കിൽ സപ്പോട്ട, ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെയാണ്. കണ്ടോ, മാവ് പൂത്ത് തുടങ്ങി. ഇനി 1 മാസം 2 മാസമാണെങ്കിൽ മാങ്ങക്കാലായി. ഇപ്പോഴത്തെ സപ്പോട്ട മരത്തും ഇഷ്ടം പോലെ സപ്പോട്ട, ചിക്കു, ഇതൊന്നും ഒരു മനുഷ്യനും ആവശ്യമില്ലാത്ത സാധനമാണ്. എന്നാൽ എല്ലാവർക്കും വേണം. നമ്മൾ പൊട്ടിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അവർ തിന്നും. അല്ലാണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരാളും കൊണ്ടുപോയില്ല. കണ്ടോ, മാവ് ഒക്കെ പൂത്ത് നിൽക്കണ നോക്കിയേ. അപ്പം സപ്പോട്ടയുടെ കായൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചു തിന്നും. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് 2 4 10 പൊട്ടിച്ചോളാൻ വന്നെങ്കിൽ ഒരാൾക്കും വേണ്ട. ഇന്ന് ആരും ബുദ്ധിമുട്ടാൻ തയ്യാറല്ല. കാരണം എന്താണ്, ഇഷ്ടം പോലെ പൈസ ഉണ്ട് എല്ലാവർക്കും. ഇതുണ്ടോ, സപ്പോട്ടയുടെ കായൊക്കെ നോക്കിയാൽ മൂത്ത് വിളഞ്ഞ് നിൽക്കണം. ആർക്ക് വേണം? എനിക്ക് മാത്രം വേണം. നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ബുദ്ധിമുട്ടാൻ ആരും തയ്യാറല്ല. ഇവിടെ വന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ട. അവൻ്റെ അടുക്കളയിൽ, കിച്ചണിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ പഴുത്ത തിന്നോളും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. വർഷക്കാലം തുടങ്ങുന്നതിന് മുന്നേ കണ്ട ഈ ചിക്കു, സപ്പോർട്ടൊക്കെ ഒരു 100 രൂപ കൊടുത്താണെങ്കിൽ നിന്റെ തൈ കിട്ടും, കുഴിച്ചിട്ടാൽ മതി. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ മരങ്ങളും സാധനങ്ങളും വെച്ച് വളരെ ഹരിതപൂർണ്ണമാണ്.